കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ രാത്രി ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ച് സാങ്കേതികമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അന്വേഷണം നടക്കുകയാണ്. PWD ഇലക്ട്രിക്കൽ വിഭാഗം പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഫോറൻസിക് പരിശോധന അവിടെ നടക്കുകയാണ്. ഈ സംഭവമുണ്ടായ MRI മെഷീന്റെ UPS റൂമിൽ ഉൾപ്പെടെ ഫോറൻസിക് ടീം ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. ഇപ്പോൾ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന, PWD ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന അവർ ഇപ്പോൾ നടത്തുകയാണ്. ഈ അന്വേഷണങ്ങൾ പൂർത്തിയായി ഒരു റിപ്പോർട്ട് വരുമ്പോൾ മാത്രമാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. PWD ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത്, അതോടൊപ്പം ഇന്നത്തെ മീറ്റിംഗിൽ ഈ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ബാറ്ററിക്കുള്ളിലെ ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് സാങ്കേതികമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സാങ്കേതികമായ ഒരു കണ്ടെത്തലിന് മുൻപ് ഇന്നതാണ് അതിന്റെ കാരണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുകയില്ല. ഈ MRI മെഷീനെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം MRI മെഷീന്റെ UPSനെ സംബന്ധിച്ചിടത്തോളം 2026 ഒക്ടോബർ വരെ ഇതിന് വാറന്റി ഉള്ളതാണ്. ഫിലിപ്സിന്റെ മെഷീനാണ് MRIക്ക് ഉള്ളത്. അതുകൂടാതെ ഈ UPSും അതുപോലെ UPS അനുബന്ധ ബാറ്ററികളുമായി ബന്ധപ്പെട്ടും നിർദ്ദിഷ്ട ഏജൻസി കൃത്യമായ മെയിൻ്റനൻസ് 6 മാസത്തിനിടയിൽ ഉള്ള മെയിൻ്റനൻസ് ആണ്. അതായത് 6 മാസത്തിന് ഇടയിൽ ഒരിക്കൽ അവർ പരിശോധിക്കണം എന്നുള്ളതാണ്. ഇതുവരെ പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഈ UPSുമായിട്ടോ ബാറ്ററികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ബയോമെഡിക്കൽ എഞ്ചിനീയറും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിലെ ഡോക്ടേഴ്സും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2 കേസുകളാണ്. ഒന്ന് അസ്വാഭാവിക മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസുണ്ട്. 2 ഈ ഒരു തീപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ അവർ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തും.